നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രീസ് പെൻസിലിന്റെ ഒരു ക്യാരക്ടർ അനിമേഷൻ കൂടാതെ അതിന്റെ ലിപ്പ് സിങ്ക് ചെയ്യുന്നത്, അതിനൊരു സ്കെൽട്ടൺ റിഗ്ഗിങ് ചെയ്ത് അനിമേഷൻ ചെയ്യുന്ന ടെക്നിക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. ഈ വീഡിയോയ്ക്ക് 2 പാർട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പാർട്ടിൽ ഇതിന്റെ ക്യാരക്ടർ ക്രിയേഷനും അതിനുവേണ്ടിയുള്ള മറ്റു ലെയർ സെറ്റപ്പുകളും മറ്റു കണക്ഷൻസും ഒക്കെയാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ അതിന്റെ റിഗ്ഗിങ് സെക്ഷനും പറയുന്നുണ്ട്. ഈ 2 വീഡിയോയും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്കും നിങ്ങളുടേതായ സ്വന്തം ഒരു ക്യാരക്ടറിനെ ഇത്തരത്തിൽ അനിമേഷൻ ചെയ്ത് ഒരു വർക്ക് പുറത്തിറക്കുവാൻ ഉള്ള എല്ലാവിധ ടെക്നിക്കുകളും പഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് കടക്കുന്നു. ബ്ലെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ സീൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് 2D അനിമേഷൻ എന്നുള്ള ഒരു രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കും. ഇതല്ലാതെ തന്നെ നമ്മളിപ്പോൾ പുതുതായി ന്യൂ ഒരു ജനറൽ ഇങ്ങനെ ബ്ലെൻഡറിന്റെ ഒരു സീന് ചെയ്തതിന് ശേഷം ഈ മുകൾ ഭാഗത്ത് വന്നിട്ട് ഇവിടെ കാണുന്ന ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്കൊരു 2D അനിമേഷന്റെ വ്യൂ പോർട്ട്, ഒരു ലേ ഔട്ട് ലഭിക്കും. അപ്പോൾ അവിടെ 2D അനിമേഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ലേ ഔട്ട് ആയിരിക്കും ലഭിക്കുന്നത്. 0 കീ പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരുന്നു. ഇതും നേരത്തെ കണ്ട 2D അനിമേഷന്റെ ലേ ഔട്ടും രണ്ടും ഒന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 3D സ്പേസിനുള്ളിൽ തന്നെ ഇത് വരച്ച് 2D അനിമേഷൻ ചെയ്യാം. പക്ഷെ ട്രഡീഷണൽ ഒരു 2D ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഗ്രീസ് പെൻസിലുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടെ മുകളിൽ നമുക്ക് ഗ്രീസ് പെൻസിൽ എടുക്കുമ്പോൾ ഇത്രയും മോഡുകൾ ഇതിനകത്തുണ്ട്. ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, സ്കൾപ്റ്റ് മോഡ്, ഡ്രോ മോഡ്. ഇതൊക്കെ മാറി മാറി ഉപയോഗിച്ച് വേണം ഇത് മുന്നോട്ട് പോകേണ്ടത്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ട്യൂട്ടോറിയൽ നന്നായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുവാനുള്ള ഐഡിയ ലഭിക്കും. ഞാനിപ്പോൾ ഓബ്ജക്റ്റ് മോഡിൽ വന്നിട്ട് ആഡ് മെനുവിൽ നിന്നും ഒരു ഇമേജ് റെഫറൻസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇമേജ് ചോദിക്കും. ഞാനിവിടെ ഈ ഡോറയുടെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വലത് ഭാഗത്ത് ഈ സമയത്ത് നോക്കുമ്പോൾ ഒരു MT കാണാം, അതുപോലെ ഗ്രീസ് പെൻസിലിന്റെ ഒരു സ്ട്രോക്കും കാണാം. നമുക്ക് MT ഹൈഡ് ചെയ്താൽ ഹൈഡ് ആകും. ഇതാണ് ഗ്രീസ് പെൻസിലിന്റെ സ്ട്രോക്ക്. ആ സ്ട്രോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രീസ് പെൻസിലിന്റെ ഓബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ കാണാം. ഗ്രീസ് പെൻസിലിന്റെ മെറ്റീരിയൽസ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീസ് പെൻസിലിന്റെ ഈ ലെയർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണും. ഞാൻ അതിനെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ന്യൂ ലെയർ എന്ന് പറഞ്ഞ് പുതിയൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡോറയെ നമ്മൾ ഇമേജിൽ നിന്ന് വരച്ച് ട്രേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ചലിക്കുന്ന ഓരോ ഭാഗങ്ങളും ഇതിൽ റിഗ് ചെയ്യണമെങ്കിൽ പല സെക്ഷൻസ് ആയിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും ഓരോ ലെയറിലായിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ പറയുന്ന തലയുടെ ഭാഗം ഒരു ലെയറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ലെയറിന്റെ പേര് ഹെഡ് എന്ന് റീനെയിം ചെയ്യുന്നു. അപ്പോൾ ഇനി ഞാൻ വരയ്ക്കുന്നതെല്ലാം ഈ ഹെഡ് എന്ന ലെയറിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് ഡ്രോ മോഡിലേക്ക് വരുന്നു. ഈ ചാനലിൽ തന്നെ ഗ്രീസ് പെൻസിലിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ചാനലിൽ വന്നിട്ട് അതിൽ പ്ലേലിസ്റ്റിൽ വന്ന് ഗ്രീസ് പെൻസിൽ എന്നുള്ള സെക്ഷൻ തുറക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അത് കണ്ടതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ ഈ കാണുന്ന ഒരു കർവ് എടുത്തു. ശ്രദ്ധിക്കുക, ഇത് ഹെഡ് ലെയറാണ്. അപ്പോൾ ഞാൻ ഈ ലെയറിനുള്ളിലെല്ലാം ഹെഡിന്റെ പോർഷൻസ് ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ആഷ് കളറിലാണ് ഇത് വരുന്നത്. ഈ പ്രസ് ചെയ്ത് ഈ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ലൈൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇതിനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ നമുക്കിവിടെ സ്കൾപ്റ്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ സ്മൂത്ത് പല ബ്രഷുകളുണ്ട്. അതിൽ ഗ്രാബ് ബ്രഷുണ്ട്. F പ്രസ് ചെയ്തിട്ട് മൗസ് വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സ്മൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡ്രോ മോഡിലേക്ക് വരുന്നു.
ഇനി ഇവിടെ ഇതിന്റെ കണ്ണുകൾ മറ്റൊരു ലെയറിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഐസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യുകയാണ്. ഹെഡിന്റെ ലെയർ ഒന്ന് ലോക്ക് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ഈ സ്ട്രോക്കുകളെല്ലാം സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ കണ്ണിൻ്റെ ലെയറിൽ കണ്ണുകൾ മാത്രമായി വന്നിരിക്കുകയാണ്. അടുത്തതായി ഞാനൊരു പുതിയ ലെയർ എടുക്കുകയാണ്. ആ ലെയറിൻ്റെ പേര് ലിപ്പ്. ലിപ്പിൽ ഡ്രോ മോഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഡ്രോ ചെയ്യുന്നു. അടുത്ത പുതിയൊരു ലെയർ എടുക്കുകയാണ്. ആ ലെയറിൻ്റെ പേര് ബോഡി. ഇപ്പോൾ ഞാൻ ഈ ഹെഡിൻ്റെ ലെയർ ഒന്ന് ഹൈഡ് ചെയ്യുന്നു. അടുത്തതായി കൈക്ക് രണ്ട് പാർട്ടുണ്ട്. കൈയുടെ മുകളിലത്തെ ഭാഗം അതുപോലെ കൈയുടെ താഴത്തെ ഭാഗം. അപ്പോൾ ഞാനിവിടെ കൈയുടെ മുകളിലത്തെ ഭാഗം വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് ഹാൻഡിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പം ഹാൻഡ് അപ്പർ, ഇപ്പോൾ ഹാൻഡ് ഓൺ എന്ന് കൊടുക്കാം. ഡോട്ട് ക്യാപിറ്റൽ എൽ, അതായത് ഇടത് ഭാഗത്തെ മുകളിലത്തെ ഹാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വരയ്ക്കുന്നതിന് മുമ്പായി മറ്റ് ലെയറുകളെല്ലാം ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ഈ സ്ട്രോക്കിനെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഡി ഉപയോഗിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കീബോർഡിലെ എസ് എന്ന കീ പ്രസ് ചെയ്ത് അപ്പോൾ സ്കെയിൽ ഓപ്ഷൻ വരും. എക്സ് എന്ന കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ലൈൻ അവിടെ വരും. -1 എന്ന് -1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ അതിനെ ഞാൻ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നു. ആ ലൈനിലൊരു സ്കൾപ്റ്റ് മോഡിൽ വന്ന് അതിനൊരു ചെറിയ എഡിറ്റിംഗ്, സ്മൂത്ത് ബ്രഷ് കൊണ്ട് ചെറിയൊരു സ്മൂത്തിങ്. ഇപ്പോൾ വരച്ച ഈ ഒരു എഡിറ്റ് മോഡിൽ വന്ന് ആ ഒരു സ്ട്രോക്കിനെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എം എന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഏത് ലെയറിലേക്ക് പോകണം എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അത് ന്യൂ ലെയർ എന്ന് കൊടുത്തിട്ട് ആ ന്യൂ ലെയറിന്റെ പേര് ഹാൻഡ് 1 ഡോട്ട് റൈറ്റ് എന്ന് കൊടുത്തു. പുതിയൊരു ലെയർ എടുക്കുന്നു. ആ ലെയറിന്റെ പേര് ഹാൻഡ് 2 ഡോട്ട് ക്യാപിറ്റൽ എൽ. ഇനി ഇപ്പോൾ മറ്റു ലെയറുകളെ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ലെയറിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഡ്രോ മോഡിൽ വരുന്നു. എഡിറ്റ് മോഡിൽ വരുന്നു. ഈ സ്ട്രോക്കിനെ എ പ്രസ് ചെയ്ത് എല്ലാ സ്ട്രോക്കിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി എസ് എക്സ് -1. സ്കൾപ്റ്റ് മോഡിലേക്ക് വരുന്നു. നമുക്കിത് ഇവിടെ തന്നെ നേരിട്ട് വരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റിൽ തന്നെയാണ് ചേഞ്ചസ് വരുത്തുന്നത്. സ്മൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്യാം. എഡിറ്റ് മോഡിൽ വന്ന്
ഇപ്പോൾ ഈ രണ്ട് കൈയും ഒരു ഭാഗത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് എഡിറ്റ് മോഡിൽ വന്ന് ഈ സ്ട്രോക്കുകളെല്ലാം സെലക്ട് ചെയ്ത് എം എന്ന കീ പ്രസ് ചെയ്ത് ന്യൂ ലെയർ കൊടുത്തിട്ട് ആ ന്യൂ ലെയറിൻ്റെ പേര് hand2.R. അപ്പോൾ നമുക്ക് ഇവയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ബാഗ് ഉണ്ട്. ബാഗിനെ ഞാൻ ബോഡി ഈ ലെയറുകളെല്ലാം ലോക്ക് ചെയ്യുന്നു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരെയും ഹൈഡ് ചെയ്തു. ഇത് ഹാൻഡ് റൈറ്റ്, ഹാൻഡ് ലെഫ്റ്റ്, ഹാൻഡ് റൈറ്റ്, ഹാൻഡ് ലെഫ്റ്റ്, ബോഡി, ലിപ്പ്, ഐസ്, ഹെഡ്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഈ ബോഡി ലെയർ മാത്രം ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ആ ലെയറിൽ ഈ ഒരു ബാഗിനെ കൂടി വരയ്ക്കാം. ഡ്രോ മോഡിൽ വന്ന് ബാഗ് ബോഡിയുടെ പുറകിലേക്ക് വരുന്ന ഒന്നാണ്. കൈയുടെയും പുറകിൽ നിൽക്കണം. അതുകൊണ്ട് എൻ്റർ ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ വന്നിട്ട് ഈ കാണുന്ന ഇത്രയും ഭാഗം വേണ്ട. നമുക്ക് ഡ്രോ മോഡിൽ തന്നെ ഒരു കട്ടർ ഓപ്ഷൻ ഉണ്ട്. കട്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ പോയിന്റ്സുകൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗം കൂടി ഈ ബോഡിയിലേക്ക് ചേർക്കുകയാണ്. ലോക്ക് ചെയ്യുന്നു. ഇനി കാലിൻ്റെ 2 പാർട്ട് ആവശ്യമാണ്. അപ്പോൾ കാലിൻ്റെ ആദ്യത്തെ പാർട്ട് പുതിയൊരു ലെയർ എടുക്കുന്നു. ആ ലെയറിൻ്റെ പേര് leg1.L. മറ്റ് ലെയറുകൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരയ്ക്കുന്നത് ആ ലെയറിലാണ്. ആ ലെയർ ലോക്ക് ചെയ്യുന്നു. ഇനി താഴത്തെ കാലിൻ്റെ ഭാഗം പുതിയൊരു ലെയർ എടുക്കുന്നു. അതിൻ്റെ പേര് leg2.L. leg1.L എന്നുള്ള ലെയർ ആക്റ്റീവ് ചെയ്തിട്ട് എഡിറ്റ് മോഡിൽ വന്ന് ക്ലിക്ക് ചെയ്ത് എ പ്രസ് ചെയ്യുമ്പോൾ അത് മുഴുവൻ സെലക്ട് ആകും. ലെയറിനെ ക്ലിക്ക് ചെയ്യുന്നു. എ പ്രസ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി, എസ് പ്രസ് ചെയ്ത് എക്സ് പ്രസ് ചെയ്ത് -1 സ്കൾപ്റ്റ് മോഡിലേക്ക് വരുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ആ ഒരു സ്ട്രോക്കിനെ സെലക്ട് ചെയ്ത് എം പ്രസ് ചെയ്ത് പുതിയ ലെയറിലേക്ക്, ആ ലെയറിൻ്റെ പേര് leg1.R. ഇനി leg2.L എന്നുള്ള ഈ ലെയറിനെ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി, എ പ്രസ് ചെയ്ത് അവരെ മുഴുവൻ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഡി, എൻ്റർ, എസ് എക്സ് -1. എഡിറ്റ് മോഡ്, എ പ്രസ് ചെയ്ത് എം, ന്യൂ ലെയർ, leg2.R സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇമേജ് എംറ്റി
നമ്മൾ ഓഫ് ചെയ്ത് നോക്കുമ്പോൾ മുഴുവൻ ട്രേസിംഗ് ആയിട്ടുള്ള എല്ലാ ലെയറുകളും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവയ്ക്കെല്ലാം നിറം കൊടുക്കാം. നിറം കൊടുക്കുവാനായി ഇപ്പോൾ മെറ്റീരിയൽ ടാബിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് മെറ്റീരിയലുകളുണ്ട്, അതിനെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന സോളിഡ് സ്ട്രോക്ക് ആണ് ഇതിൽ മുഴുവനും അപ്ലൈ ആയിട്ടിരിക്കുന്നത്. എല്ലാം ഒരു ഗ്രേ കളറിലാണ്. സ്കൾപ്റ്റ് മോഡിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്, സ്ട്രെങ്ത് ബ്രഷ്. ഈ ബ്രഷ് കൊണ്ട് F പ്രസ് ചെയ്ത് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കിയിട്ട് എല്ലാ ലെയറും ലോക്ക്ഡാണ്. എല്ലാവരും ഒന്ന് അൺലോക്ക് ചെയ്യുക, ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ എല്ലാം ലെയറിൻ്റെ സ്ട്രോക്കുകളുടെയൊക്കെ സ്ട്രെങ്ത് ഒന്ന് കൂടി വരും. മെറ്റീരിയൽ ടാബിലേക്ക് വന്നു, എംപ്റ്റി ലെയർ ഓൺ ചെയ്തു. നമുക്കിനി ഇവിടെ ഓരോ മെറ്റീരിയൽ പുതുതായി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തൊരു പുതിയ സ്ലോട്ട് എടുക്കുന്നു. ആ സ്ലോട്ട് സ്ട്രോക്ക് അല്ല, അതൊരു ഫില്ലായിട്ടുള്ള ഒരു ലെയറാണ്, ഒരു കളർ, ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ കളറ് ഈ ബോഡി കളർ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബോഡി കളറായി ആ മെറ്റീരിയൽ ഇവിടെ കാണാം. അടുത്തൊരു സ്ട്രോക്ക് എടുക്കുന്നു, ന്യൂ കൊടുക്കുന്നു. അതും ഫിൽ ഓപ്ഷനാണ്. ഫില്ലിലേക്ക് വന്നിട്ട് ഈ കളറാണ്. അപ്പോൾ ആദ്യം ഈ കളറുകളൊന്ന് ഫില്ല് ചെയ്യാം. ഹെഡ് ലെയർ മാത്രം ഓൺ ചെയ്തിട്ടുണ്ട്. ഡ്രോ മോഡിൽ വന്നു. ഇപ്പോൾ ഹെഡ് ലെയർ മാത്രം കാണാം. ഈ ഹെഡ് ഈ ഭാഗത്ത് മെറ്റീരിയലിൽ നിന്നും ഈ ഒരു മെറ്റീരിയൽ ഒന്ന് ഫില്ല് ചെയ്യുന്നു. Z കീ പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിൽ വന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പലയിടത്തും യോജിക്കാതെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ കാണാം. ലെയേഴ്സിൽ വന്ന് ഹെഡ് ലെയർ സെലക്ട് ചെയ്യുക. മെറ്റീരിയൽ ടാബിൽ വരുന്നു. ഈ മെറ്റീരിയലിനെ ഈ ഫിൽ ഓപ്ഷൻ വെച്ച് ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഈ ഒരു ബ്രൗൺ മെറ്റീരിയൽ നമുക്കിവിടെ ആവശ്യമാണ്. അതും അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ, രണ്ട് മെറ്റീരിയൽ ഇവിടെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു മെറ്റീരിയൽ തലയിൽ ആ മെറ്റീരിയൽ ഫില്ല് ചെയ്തു. ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെയറിലേക്ക് വരുന്നു. ഐസിൻ്റെ ലെയർ ഒന്ന് അൺഹൈഡ് ചെയ്യുന്നു. ഹെഡിൻ്റെ ലെയർ ഒന്ന് ഓഫ് ചെയ്യുന്നു. നമുക്ക് ഐസിൽ ഈ മെറ്റീരിയൽ വേണം. ഡ്രോ മോഡിലേക്ക് വന്ന് ഫിൽ ഓപ്ഷൻ എടുത്ത് ഫില്ല് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ഷിഫ്റ്റ് പിടിച്ച് L പ്രസ് ചെയ്ത് ഇവരെല്ലാം സെലക്ട് ചെയ്ത് സ്ട്രോക്കിൽ അറേഞ്ച് സ്ട്രോക്സ് ബ്രിങ് ടു ഫ്രണ്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അത് മുന്നിലേക്ക് വരുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് മെറ്റീരിയലാണ് ആവശ്യം. ഒരു വൈറ്റ് മെറ്റീരിയൽ ആവശ്യമുണ്ട്. എഡിറ്റ് മോഡ് L, സ്ട്രോക്ക് അറേഞ്ച് സ്ട്രോക്ക് ബ്രിങ് ടു ഫ്രണ്ട്, ഡ്രോ മോഡ്, ഇപ്പോൾ ഐസ് ആയിട്ടുണ്ട്. ഹെഡ്, ലിപ്പിന് രണ്ട് മെറ്റീരിയൽ വേണം. ഹെഡ് ലെയറിലേക്ക് വരുന്നു. ആ ഒരു സ്ട്രോക്ക് സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ നിന്ന് സെലക്ട് ചെയ്ത് അസൈൻ കൊടുത്ത് അതിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ സ്ട്രോക്കിൻ്റെ സ്കൾപ്റ്റ് മോഡിൽ വന്നിട്ട് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ഓക്കെ,
അതുകൂടെ ഇപ്പോൾ ഇവിടെ ഹെഡ് ലെയർ, ഐസ്, ലിപ്പ് എന്നീ ലെയറുകൾ കളർ ചെയ്തിട്ടുണ്ട്. അടുത്തായി ബോഡിയുടെ സെക്ഷനിലേക്ക് വരാം. ബോഡിയുടെ സെക്ഷനിൽ ആവശ്യമായ കളറുകൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയൊരു സ്ലോട്ട് എടുക്കുന്നു, ഡ്രോ മോഡിലേക്ക് വരുന്നു, ഇവിടെ ന്യൂ അപ്ലൈ ചെയ്യുന്നു, അവിടെ സ്ട്രോക്ക് മാറ്റി സോളിഡ് ഓപ്ഷനിൽ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ മെറ്റീരിയലിന് ഒരു സ്ട്രോക്കും കൂടി കൊടുക്കുന്നു. അതിൽ ആ സ്ട്രോക്കിൻ്റെ കളർ ഈ കളർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ബോഡി ലെയർ ഓൺ ചെയ്യുന്നു. ഇതാണ് ബോഡി ലെയർ. മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ഹെഡ് ലെയർ ഓഫ് ചെയ്യാം, എന്നിട്ട് കൊടുക്കാം ബോഡി ലെയർ മെറ്റീരിയൽ, ഇതൊരു മെറ്റീരിയൽ കൊടുക്കുന്നു. അടുത്തതായി ഈ ഒരു റോസ് കളർ മെറ്റീരിയൽ വേണം. റോസ് കളറിന് ഇങ്ങനെ ഒരു സ്ട്രോക്ക് ഉണ്ട്, അതിന് ഇങ്ങനെ ഒരു ഫിൽ കളറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ എംറ്റി ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബാഗിന് ഒരു കളറുണ്ട്. പുതിയൊരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ, വയറിൻ്റെ ഭാഗം, വയറിനൊരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോഡിയിൽ ഇവിടെ ഫില്ല് ചെയ്യാനായി ഒരു ഏരിയ കൂടി വേണം. അപ്പോൾ അതൊന്ന് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാം. ഈ ഹെഡ് ലെയറിനെ ബോഡിയുടെ ലെയറിന് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഐസിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അടുത്തതായി ലെഗിൻ്റെ പോർഷൻ. ഇപ്പോൾ ലെഗിൻ്റെ പോർഷന് നമുക്ക് ഈ ഒരു റെഡ് കളർ ആവശ്യമാണ്. അത് നമ്മുടെ കയ്യിലുണ്ട് നേരത്തെ. അപ്പോൾ അതുകൊണ്ട് ലെഗ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു. ലെഗ് ഓൺ, അതുപോലെ ഈ ലെയറുകളിൽ ഇത് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലെയർ വന്നിട്ട് Ctrl+ ഡിലീറ്റ് പോയിന്റ്സ്, അതുപോലെ ഇവിടെ ആരെയാണ് കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെയറിനെ മാത്രം ഓൺ ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം കളറുകൾ ഓവർലാപ്പ് ചെയ്യുന്നതിനും മിക്സ് ചെയ്യുന്നതിനും ഇടയാക്കും. ഇപ്പോൾ ഞാൻ ഈ ഹാൻഡിൻ്റെ ഈ മുകൾ ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവയൊക്കെ ഓഫ് ചെയ്യുക.
അതിനെ മാത്രം എടുക്കുക. ഈ ഒരു ലെയർ, ആ ഒരു ലെയർ ഒരു 2 സ്ട്രോക്ക് കൂടിയുണ്ട്. ഈ ഹാൻഡ് ഇതിൻ്റെ അടിയിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ലെയറുകളെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ചിത്രത്തെ ട്രേസ് ചെയ്ത് അതേ ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് ഭാഗങ്ങൾ കുറവുകളായിട്ടുണ്ട്. ചില സ്ട്രോക്കുകൾ നമുക്ക് തെളിഞ്ഞ് കാണുന്നില്ല. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഡ്രോ മോഡ് ഉപയോഗിച്ച് ഇവിടെ പെൻസിൽ ടൂളുണ്ട്. ഈ പെൻസിൽ ടൂൾ വെച്ച് ഡയറക്റ്റ് ഇതിൻ്റെ പുറത്ത് ഒരു ഇഷ്ടമുള്ള കളർ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിന് പുറത്ത് വരയ്ക്കാവുന്നതാണ്. വരച്ചിട്ട് സ്കൾപ്റ്റ് മോഡിൽ കൊണ്ടുവന്ന് സ്ട്രെങ്ത് കൂടി കൊടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള ചെറിയ സ്ട്രോക്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു ട്യൂട്ടോറിയൽ പർപ്പസിനായി ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മൊത്തം നമ്മുടെ ഈ ആനിമേഷൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ക്യാരക്ടർ സെറ്റപ്പിൻ്റെ 1ാം ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ അനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്, ഇതിൻ്റെ ലിപ്പ് സിങ്ക് ചെയ്ത് നമ്മൾ ഓഡിയോയ്ക്ക് അനുസരിച്ച് സംസാരിക്കുന്നതൊക്കെ ഇതിനെ എങ്ങനെ റിഗ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ 2ാം ഭാഗത്ത് മനസ്സിലാക്കും. ഈ ട്യൂട്ടോറിയൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി 2ാം ഭാഗത്ത് തുടരുന്നു. നന്ദി, നമസ്കാരം.